Question number 6. Draw the development of the lateral surfaces of the hexagonal pyramid of base of side 25 mm and altitude 60 mm, which is resting vertically on its base on the ground with two of the sides of the base perpendicular to VP. ഇതൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഹെക്സഗണൽ പിരമിഡ് റെസ്റ്റിംഗ് ഓൺ ഇറ്റ്സ് ബേസ് ഓൺ HP such that two of the base sides of the pyramid perpendicular to VP. അതായത് രണ്ട് എഡ്ജസ് VPക്ക് പെർപെൻഡിക്കുലർ ആയിട്ട് വരുന്ന രീതിയിലാണ് റെസ്റ്റ് ചെയ്തിരിക്കുന്നത് ഗ്രൗണ്ടിൽ, അതായത് HPയിൽ നിന്നാണ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. അപ്പോൾ ഹെക്സഗൺ ഇതേ രീതിയിൽ തന്നെ വരയ്ക്കണം. ഹെക്സഗൺ ഇങ്ങനെ വരച്ച് കഴിഞ്ഞാൽ അതാണ് ഈ ക്വസ്റ്റ്യൻ്റെ ഒരു പ്രത്യേകത. കാരണം ഇത് ഇത്രയും സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലും ഡെവലപ്മെൻറ്റ് ചോദിച്ചിട്ടില്ല. ബട്ട് അത് ഞാൻ പറയാം. ഇപ്പോൾ ഇവിടെ ഇങ്ങനെ വരയ്ക്കരുത്. ഇങ്ങനെ വരച്ച് കഴിഞ്ഞാൽ സിമ്പിൾ പൊസിഷൻ തെറ്റാണ്. ക്വസ്റ്റ്യൻ തന്നിരിക്കുന്ന ആ സിമ്പിൾ പൊസിഷൻ അല്ല നമ്മൾ വരച്ചിരിക്കുന്നത്. ക്വസ്റ്റ്യൻ തന്നിരിക്കുന്ന പൊസിഷൻ മാറിയിട്ടാണ് വരച്ചിരിക്കുന്നത്. അപ്പോൾ ഈ രീതിയിൽ വരയ്ക്കുക. ഹെക്സഗൺ വരയ്ക്കുക. ടു ബേസ് എഡ്ജസ് XY ലൈന് പെർപെൻഡിക്കുലർ വരുന്ന രീതിയിൽ അതിൻ്റെ ABCDEFO ലൊക്കേറ്റ് ചെയ്യുക. ഫ്രണ്ട് വ്യൂ കംപ്ലീറ്റ് ചെയ്യുക. ഇനി ഡെവലപ്മെൻറ്റ് നമുക്കറിയാം. ഡെവലപ്മെൻറ്റ് ഓഫ് എ പിരമിഡ് ഈസ് എ സെക്ടർ ഓഫ് റേഡിയസ് ഈക്വൽ ടു ട്രൂ ലെങ്ത് ഓഫ് ദ ഫേസ് എഡ്ജ് ഓർ സ്ലാൻഡ് എഡ്ജ്. ഓക്കെ, ഇങ്ങനെ റെസ്റ്റ് ചെയ്യുമ്പോൾ ഇതിലത്തെ 6 ഫേസ് എഡ്ജസും ഫ്രണ്ട് വ്യൂവിൽ ട്രൂ ലെങ്ത് തരില്ല. കാരണം ഇവിടെ ഈ ലൈൻ ആണ് നമ്മൾ എൻഡിൽ കാണുന്നത്. ഈ രണ്ട് ലൈനും ഒരു ലൈനായിട്ട് ഈ എൻഡിൽ കാണുന്നു. ഈ രണ്ട് ലൈൻസും ഈ സൈഡിലും കാണുന്നു. ഇത് 4 ലൈൻസും ഇങ്ങനെയാണ് വരുന്നത്. അതായത് ഇൻക്ലൈൻ ടു ബോത്ത് HP ആൻഡ് VP ആണ്. അതുകൊണ്ട് ഫ്രണ്ട് വ്യൂവിൽ ട്രൂ ലെങ്ത് ആയിരിക്കില്ല. ഇവിടെ ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. ഇവിടെ OC XY ലൈൻ ഇൻക്ലൈൻഡ് ആണ്. OD XY ലൈൻ ഇൻക്ലൈൻഡ് ആണ്. അതിൻ്റെയൊക്കെ ഫ്രണ്ട് വ്യൂ XY ലൈൻ ഇൻക്ലൈൻഡ് ആണ്. ഒരു ലൈനിൻ്റെ ഫ്രണ്ട് വ്യൂ ടോപ്പ് വ്യൂ XY ലൈൻ ഇൻക്ലൈൻഡ് ആകുന്നത് ലൈൻ ഇൻക്ലൈൻഡ് ടു ബോത്ത് HP ആൻഡ് VP ആകുമ്പോഴാണ്. അങ്ങനത്തെ കണ്ടീഷനിൽ ഫ്രണ്ട് വ്യൂവും ടോപ്പ് വ്യൂവും രണ്ടും ട്രൂ ലെങ്ത് തരില്ല. അതുകൊണ്ട് O'C' O'A'O എടുത്തിട്ട് ഇവിടെ ആർക്ക് വരച്ചിട്ട് 25 mm സൈഡ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് തെറ്റാണ്. കാരണം അത് ഡെവലപ്മെൻറ്റ് ഇവിടെ നമ്മൾ ട്രൂ ലെങ്ത് അല്ല എടുത്തിരിക്കുന്നത്. ഓക്കെ, അത് തന്നെയാണ് ഈ ക്വസ്റ്റ്യൻ്റെ ഹൈലൈറ്റും. ഇത്രയും സിമ്പിൾ ആണെങ്കിലും വലിയൊരു പ്രശ്നം കിടക്കുന്നുണ്ട്. ഇതിൻ്റെ സ്കീം എങ്ങനെ വരുമെന്നും പറയാൻ പറ്റില്ല. കാരണം യൂഷ്വലി ഇതിൻ്റെ കൂടെ സെക്ഷൻ വരും. ആ സെക്ഷനൊരു മാർക്ക് ഉണ്ടാവും. ആ സെക്ഷൻ പോയിൻറ്റ്സ് ഡെവലപ്മെൻറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. അതിനൊരു മാർക്കുണ്ട്. അങ്ങനെ ടോട്ടൽ 4 സ്റ്റെപ്സ് ആയിട്ടാണ് ചെയ്യുക. അതായത് ടോപ്പ് വ്യൂ, ഫ്രണ്ട് വ്യൂ, സെക്ഷൻ, കംപ്ലീറ്റ് സോളിൻ്റെ ഡെവലപ്മെൻറ്റ്, പിന്നെ ഈ സെക്ഷൻ പോയിൻറ്റ്സിന് ഇതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അങ്ങനെയാണ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വന്നിരിക്കുന്നത്. ബട്ട് ഇവിടെ ഇതിൽ 2 സ്റ്റെപ്സ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇതിന് 10 മാർക്ക് ഇതിന് 10 മാർക്ക് എന്നാണോ ഏത് രീതിയിലാണ് വരുന്നത് പറയാൻ പറ്റില്ല. എനിവേ ഇത്രയും കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫുൾ മാർക്ക് കിട്ടും. വളരെ പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യാനും പറ്റും. ഇനി ഇവിടെ ഈ രീതിയിൽ തന്നെ എടുത്തിട്ട് ട്രൂ ലെങ്ത് എടുത്തില്ലെങ്കിൽ ഇതിൻ്റെ മാർക്ക് കിട്ടും. സിമ്പിൾ ക്വസ്റ്റ്യൻ്റെ മാർക്ക് കിട്ടും. ഇത് കിട്ടില്ല. ഇനി ഇങ്ങനെ വരച്ചു, അതായത് 2 ബേസ് എഡ്ജ് പാരലൽ ടു VP വരുന്ന രീതിയിൽ, പാരലൽ ടു XY ലൈൻ വരുന്ന രീതിയിൽ വരച്ച് കഴിഞ്ഞാൽ ആൻസർ ഇത് സെയിം ആയിരിക്കും. ഓക്കെ, അപ്പോൾ ആ കേസിൽ എങ്ങനെ മാർക്ക് കൊടുക്കും? അതും ആ കേസിൽ മാർക്ക് കൊടുക്കണം എന്നാണ് എൻ്റെ പേഴ്സണലായിട്ട് അഭിപ്രായം. ഡ്രാഫ്റ്റ് ആൻസർ കീ വരുമ്പോൾ ഞാനത് റിപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. കാരണം ചോദിച്ചിരിക്കുന്നത് ഫൈനൽ ക്വസ്റ്റ്യൻ ഈ ഒരു ഹെക്സഗണൽ പിരമിഡിൻ്റെ ഡെവലപ്മെൻറ്റാണ്. അത് ഇങ്ങനെ റെസ്റ്റ് ചെയ്താലും ഇങ്ങനെ റെസ്റ്റ് ചെയ്താലും ഫൈനൽ ആൻസർ സെയിം ആണ്. പിന്നെ സെക്ഷൻ വരുമ്പോഴാണ് ഈ പൊസിഷൻ അതേപോലെ എടുക്കേണ്ടത്. കാരണം സെക്ഷൻ വരുമ്പോൾ നമ്മൾ ഈ രീതിയിൽ സൈഡ് പാരലായിട്ട് വരച്ച് കഴിഞ്ഞാൽ ആൻസർ തെറ്റും. കാരണം പൊസിഷനിലേക്ക് മാറുമ്പോൾ സെക്ഷണൽ പോയിൻറ്റ്സ് ഒക്കെ മാറിയിട്ടുണ്ടാവും, സെക്ഷൻ ഷേപ്പ് മാറിയിട്ടുണ്ടാവും. അതുകൊണ്ട് അത് തെറ്റാണ്. ബട്ട് ഇവിടെ സെക്ഷനും തരാത്തതുകൊണ്ട് ഈ ആൻസർ കിട്ടണമെങ്കിൽ എഡ്ജ് പാരലായി വരച്ച് കഴിഞ്ഞാലും ആൻസർ കിട്ടും. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാലും കൺസിഡർ ചെയ്യണമെന്നാണ് എൻ്റെ അഭിപ്രായം.